ജനവാസ കേന്ദ്രത്തിൽ സ്വകാര്യ കമ്പനി പാചകവാതക ഫില്ലിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനെതിരെ പരിയാരം അവങ്ങുംപൊയിലിൽ പ്രതിഷേധം ശക്തം. പരിയാരം പാണപ്പുഴ വില്ലേജുകളിലായി സർക്കാർ നിരവധി കുടുംബങ്ങൾക്ക് മിച്ചഭൂമിയായി പതിച്ചു നൽകിയ സ്ഥലത്തിന്റെ മധ്യഭാഗത്താണ് സ്വകാര്യ സംരംഭം വരുന്നത്. കുടിവെള്ളക്ഷാമത്തിനൊപ്പം പല കുടുംബങ്ങൾക്കും കിടപ്പാടവും നഷ്ടമാവുമെന്ന ആശങ്കയിലാണ് ഇവർ. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിക്കുൾപ്പെടെ പരാതിയും നൽകിയിട്ടുണ്ട്. ബാംഗ്ലൂർ ആസ്ഥാനമായ നിയാക്കോ SP എനർജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയാണ് പരിയാരത്തെ അവങ്ങുംപൊയിൽ പ്രദേശത്ത് ഗ്യാസ് ഫില്ലിംഗ് കേന്ദ്രം സ്ഥാപിക്കുന്നത്. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്താണ് കേന്ദ്രം വരുന്നത്. പരിയാരം പാണപ്പുഴ വില്ലേജുകളിലായി സർക്കാർ മിച്ചഭൂമിയായി പതിച്ചു നൽകിയ സ്ഥലത്തായാണ് പദ്ധതി വരുന്നത്. 160ഓളം പേർക്ക് പരിയാരം വില്ലേജിലും പാണപ്പുഴ വില്ലേജിൽ 147ഓളം പേർക്കുമാണ് സർക്കാർ മിച്ചഭൂമി പതിച്ചു നൽകിയത്. പതിച്ചു കിട്ടിയ ഭൂമിയിൽ ഇതിനകം കുറച്ചു വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അമ്പലം, പള്ളി, മറ്റു വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവയും പദ്ധതി പ്രദേശത്തിന് സമീപത്തുണ്ട്. കുറച്ചകലെയായി അംഗൻവാടിയും പ്രവർത്തിക്കുന്നു. അടിയന്തര സാഹചര്യമുണ്ടായാൽ ഫയർ സ്റ്റേഷനോ ആശുപത്രിയോ സമീപത്തില്ലെന്നതും നാട്ടുകാരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. 8 ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കുന്ന ടാങ്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി ഒരുക്കേണ്ടി വരും. ഇത് പ്രദേശത്ത് കുടിവെള്ളക്ഷാമം ഉൾപ്പെടെ പാരിസ്ഥിതിക പ്രശ്നത്തിന് കാരണമാകുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഫില്ലിംഗ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതോടെ നിരവധി സാധാരണക്കാരുടെ കിടപ്പാടം നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ടാകും. പദ്ധതിക്കെതിരെ ജനകീയ ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. റവന്യൂ മന്ത്രി, ജില്ലാ കളക്ടർ, പരിയാരം പഞ്ചായത്ത് അധികൃതർ തുടങ്ങിയവർക്ക് ഇതിനകം പരാതി നൽകി. ഗ്യാസ് ഫില്ലിംഗ് യൂണിറ്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രദേശം ഇൻഡസ്ട്രിയൽ ഏരിയയല്ലെന്നും ജനവാസ കേന്ദ്രത്തിൽ ഇത്തരമൊരു സ്ഥാപനം അനുവദിക്കുന്നത് ജനങ്ങളുടെ സുരക്ഷയ്ക്കും പരിസ്ഥിതിക്കും ഭീഷണിയാകുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. അപ്പം ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കാനുള്ള ഒരു ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിയോക്കോസ് എന്നൊരു കമ്പനിയാണ് ഇവിടെ സ്ഥലം എടുത്തെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത് കുറേ കഴിഞ്ഞാണ്. ഈ ഭാഗത്തിൽ ഒരുപാട് സാധാരണക്കാർ കുടിവെള്ളത്തിനും മറ്റുള്ളവരും പ്രയാസപ്പെടുന്ന ഏരിയ, ഞങ്ങൾക്ക് ചിലപ്പം അത് മാത്രം കിട്ടുന്ന ഒരു ഏരിയ, അതിന് വരെ തടസ്സമുണ്ടാക്കുന്ന രീതിയിലാണ് ഒരു മാഫിയകൾ ഇങ്ങനെ സ്ഥലങ്ങൾ ഇവിടെ വിറ്റിട്ട്. ഞങ്ങൾ വികസനത്തിനൊന്നും എതിരല്ല, പക്ഷേ ജനങ്ങൾക്ക് സമാധാനം ജീവിക്കാനുള്ള ഇങ്ങനെയുള്ള കമ്പനി അതാത് ഇൻട്രസ്റ്റ് ഏരിയയിലേക്ക് മാറ്റിക്കൊണ്ട് ഇവിടെയുള്ള സാധാരണക്കാർക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യം. ഞങ്ങൾ ആദ്യം തന്നെ പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഈ ഭൂമി ഇത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ പുറമ്പോക്ക് കിടക്കുന്ന ഭൂമി ഇത്തരത്തിൽ കയ്യേറി അത് രേഖയുണ്ടാക്കി ഇത് വിൽപ്പന നടത്തി കോടികൾ തട്ടിയെടുത്ത ഭൂമാഫിയയും ആൾക്കാരുമാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്. ജനങ്ങൾക്ക് ദ്രോഹപരമായ രീതിയിൽ പദ്ധതി നടപ്പിലാക്കിയാൽ പ്രതിഷേധവുമായി മുന്നോട്ട് വരുമെന്ന് UDF പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളും പറഞ്ഞു. കാരണം ഈ പ്രദേശത്തെ 300ഓളം കുടുംബങ്ങൾ വീട് വെച്ച് താമസിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. കാരണം മെച്ചഭൂമി പതിച്ചു നൽകിയ 2 വില്ലേജിലായിട്ട് മെച്ചഭൂമി 300ഓളം കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയിരിക്കുകയാണ്. ഈ ഭാവിയിൽ ജനവാസ മേഖലയായി മാറാൻ വേണ്ടി പ്രാധാന്യമുള്ള ഒരു പ്രദേശത്താണ് ഇത്തരത്തിലൊരു കമ്പനി നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു സുരക്ഷിതത്വമില്ലാത്ത രീതിയിലാണ് ഇവിടെ ഈ കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം നടത്തി ബന്ധപ്പെട്ട അധികാരികൾക്ക് UDF പരാതി നൽകും. കേന്ദ്രം ഇവിടെ നിന്ന് മാറ്റി വ്യവസായ മേഖലയിലേക്ക് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.